ട്രാക്ടർ വന്നപ്പോഴും ഇത് കേരളമാണെന്ന് പറഞ്ഞു, അത് നടപ്പാക്കി. ഇപ്പൊ ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ ഓരോ ട്രാക്ടറാ. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും കേരളമാണെന്ന് പറഞ്ഞു, ഇപ്പൊ എല്ലാ കമ്പ്യൂട്ടറും കമ്മ്യൂണിസ്റ്റുകാരുടെ AKG സെന്ററിലാണ്. ഞാൻ പറയാം, മോദി സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ കണ്ണും കൂട്ടി എതിർക്കുന്നവർക്ക് കിട്ടുന്ന ചെകിടത്ത് കിട്ടുന്ന അടിയാണിത്. ചങ്ങാതി കാറൽ മാർക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വീര സവർക്കർ പഠിക്കട്ടെ, ഏംഗൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹഡ്ഗവാറിനെ കുറിച്ച് പഠിക്കട്ടെ, ഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പഠിക്കട്ടെ. 25 ഹയർ എഡ്യൂക്കേഷൻ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 1ാം സ്ഥാനം, ജെൻഡർ പാരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനം, ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഈ പറഞ്ഞ മെട്രിക്സ്, ICT റെസിഡൻസ്, ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ, ഡ്രോപ്പ് ഔട്ട് 23-24 സ്കൂളുകൾ കേരളത്തിന് കടക്കത്തുന്നത് 0.3%, UP-ൽ 11.4%. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ഇതെല്ലാം കേന്ദ്രത്തിന് കണക്കുന്നതാണ്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു PMC കൊണ്ടുമല്ല, ഒരു NEP കൊണ്ടുമല്ല, CBO, നമുക്ക് ഒരു ചുക്ക് സംഭവിക്കാനല്ല നമ്മൾ പിന്നെ അറിയാം. നീയാണല്ലോ കോടതി ഓടാമയില്. ഈ ഹാഷ്മിക്ക് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്നു ചങ്ങാതി, ഈ കൺകറന്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും വിദ്യാഭ്യാസം NCERT ഫ്രെയിംവർക്കിലാണ്. NCERT നാഷണൽ ഫ്രെയിംവർക്കിൽ നിന്നാണ് സ്റ്റേറ്റ് സബ്ജക്റ്റുകളുടെ ബേസ് എടുക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് കേരളം ഇന്ത്യയും രണ്ടല്ല. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിന്റെ ഒന്നും വേണ്ട, കേരളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ്. അറിയുന്ന ആരോടെങ്കിലും സംസാരിക്കുക. നാളെ ഇതുവരെ കൺകറന്റ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ NCERT ഫ്രെയിംവർക്കിൽ നിന്നിട്ടേ നിങ്ങൾക്ക് പാഠ്യപദ്ധതി നടപ്പാക്കാൻ കഴിയൂ. നാലാളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഏത് ലെവൽ നോക്കിയാലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേവലം മുന്നിലാണെന്നുള്ളതല്ല, നമ്മൾ ബഹുദൂരം മുന്നിലാണ്. അത് ഉണ്ടാക്കിയെടുത്ത NEP കൊണ്ടാണോ? ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തവരല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ? അല്ലാന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. അന്ന് താങ്കൾ SFI-കാരനായിരുന്നില്ലേ? ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് SFI എതിർത്തിരുന്നു, അന്ന് CPM എതിർത്തിരുന്നു. തമിഴ്നാടിന്റെ കൂടെ ചേർന്ന് ശക്തമായ പോരാട്ടം നടത്തിയതാ. പിന്നെ അതൊക്കെ നടപ്പാക്കി. ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, വെറുതെ കിടന്ന് നമ്മൾ സമയം കളയണ്ട, നിങ്ങളുടെ 24 ചാനലിന്റെ സമയം ഇതിനൊന്നും ചെലവാക്കണ്ട. ഇതൊക്കെ ഇവർ നടപ്പാക്കുന്ന. നിങ്ങൾക്ക് എത്ര പദ്ധതി വേണം? 18 പ്രോജക്റ്റുകളാണ് NEP-യുടെ നടപ്പാക്കിയിരിക്കുന്നത് ഈ കേരളത്തിൽ. പിന്നെ NEP അത് കേരളമാണെന്ന് തുള്ളിയിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നടപ്പാക്കാന്ന്. പണ്ട് ട്രാക്ടർ വന്നപ്പോഴും ഇത് കേരളമാണെന്ന് പറഞ്ഞു, അത് നടപ്പാക്കി. ഇപ്പൊ ഓരോ കമ്മ്യൂണിസ്റ്റുകാരന്റെ വീട്ടിൽ ഓരോ ട്രാക്ടറാ. എന്ത് പറ്റിയടാ? പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും കേരളമാണെന്ന് പറഞ്ഞു, ഇപ്പൊ എല്ലാ കമ്പ്യൂട്ടറും കമ്മ്യൂണിസ്റ്റുകാരുടെ AKG സെന്ററിലാണ്. ഞാൻ പറയാം, മോദി സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ കണ്ണും കൂട്ടി എതിർക്കുന്നവർക്ക് കിട്ടുന്ന ചെകിടത്ത് കിട്ടുന്ന അടിയാണിത്. ഞാൻ വെല്ലുവിളിക്കുക ഈ ചാനൽ ചർച്ചയിലിരിക്കുന്ന സകല ആൾക്കാരെയും. ഒരു വിഷയം, PMC പദ്ധതിയിലുള്ള ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിന് യോഗ്യമല്ലാത്തത്, മതനിരപേക്ഷതയ്ക്ക് ചേരാത്തത്, ഇവിടെ മതം കലർത്തിയിട്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? ചങ്ങാതി കാറൽ മാർക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വീര സവർക്കർ പഠിക്കട്ടെ, ഏംഗൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹഡ്ഗവാറിനെ കുറിച്ച് പഠിക്കട്ടെ, ഗാന്ധിയെ കുറിച്ച് പഠിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പഠിക്കട്ടെ. സൂപ്പർ. അന്തർദേശീയ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒപ്പിടുക. ചെയ്യേണ്ട കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മതേതരത്വം 3 നേരം നിങ്ങൾ പറയുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വിഴുങ്ങി ജീവിക്കാനാണെങ്കിൽ ഇതിൽ ഒപ്പിടണം നിർബന്ധമൊന്നുമില്ല. അങ്ങള് നമ്മൾ കേരളം എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഘോഷണമൊക്കെ നടത്തിയല്ലോ. ഞാൻ ചോദിക്കുന്ന 2 പോയിന്റിന് ആരെങ്കിലും മറുപടി പറയാം? ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നത് അക്കാഡമിക് തലത്തിൽ എന്തടിസ്ഥാനത്തിലാണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്താണ് അതിന്റെ അടിസ്ഥാനം? ചരിത്രത്തിൽ ബിരുദാനന്ദ ബിരുദം നേടിയ ആളാണ് ഞാൻ. ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യരുത്. താങ്കളുടെ ഇൻട്രോയിലും പറഞ്ഞു വർഗീയ വിഷം കുത്തി ഒലിപ്പിക്കുന്നത്. ഈ NEP-യിലും PM ശ്രീയിലും ഒരു വരി അതിനകത്ത് മതമോ ഒരു വരി അതിനകത്ത് വർഗീയത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉത്തരം പറ. നമ്പർ 2, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർ ആദ്യം ഒപ്പിട്ടതാരാ? PM ശ്രീയില് ആദ്യം ഒപ്പിട്ടത് പിണറായി വിജയനല്ല, ആദ്യം ഒപ്പിട്ടത് കോൺഗ്രസ്സുകാരാ. ഛത്തീസ്ഗഡ് ഗവൺമെന്റും രാജസ്ഥാൻ ഗവൺമെന്റും ഒപ്പിട്ടത്.
കോൺഗ്രസുകാർക്ക് ഛത്തീസ്ഗഡിൽ RSSന്റെ ഹെഡ് ഗവർണറെ പഠിപ്പിക്കാം, വീര സവർക്കറെ പഠിപ്പിക്കാം, കേരളത്തിൽ പഠിപ്പിക്കാൻ പാടില്ല. അതെന്തോ നിലപാടാ? വേണുഗോപാൽ ഇതിൽ അഭിപ്രായം പറയണ്ടേ? രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണ്ടേ? നിങ്ങൾ വെറുതെ കിടന്നിട്ട് കുറെ ഇൻട്രോ അടിച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞ എന്താ കാര്യം? എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ നരേറ്റീവ് എന്താ? കമ്പ്യൂട്ടർ വന്നു, എതിർത്തു, നടപ്പാക്കി. ട്രാക്കർ വന്നു, എതിർത്തു, നടപ്പാക്കി. തിരുവനന്തപുരം വിമാനത്താവളം എതിർത്തു, നടപ്പാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളം എതിർത്തു, നടപ്പാക്കി. വിഴിഞ്ഞം പദ്ധതി എതിർത്തു, നടപ്പാക്കി. ഗെയിൽ പദ്ധതി എതിർത്തു, നടപ്പാക്കി. PM ശ്രീ പദ്ധതി തൽക്കാലത്തെ ഒരു മയക്കുമരുന്ന് വഴി എന്ന് സണ്ണി പറഞ്ഞില്ലേ, നമ്മുടെ KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ എന്റെ ചേട്ടാ? തട്ടിപ്പാണല്ലേ? നാട്ടുകാരെ പറ്റിക്കാനുള്ള ഏർപ്പാട്. ഈ എല്ലാ കാലഘട്ടത്തിലും CPM-ഉം കോൺഗ്രസും CPI-യും അല്ലെ ഈ നെഗറ്റീവ് കൊണ്ടുവരും, ഇവരെതിർക്കും. ഇപ്പൊ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് ബിനോയ് വിശ്വനും പോകുന്നുണ്ട്, പിണറായി വിജയനും പോകുന്നുണ്ട്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് എതിർത്തവരല്ലേ ഇവര്? ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അനിയാ പോട്ടെ, അമ്പിമനെ പോട്ടറാ. സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?